മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 10/7/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രേവതിയാണ് നക്ഷത്രം. രേവതി 4-ാം പാദം. ധനുലഗ്നം. 2-ൽ വ്യാഴം, 3 ശൂന്യം, 4-ൽ ചന്ദ്രൻ, 5-ൽ രാഹു, 6-ൽ ശുക്രൻ, 7-ൽ സൂര്യൻ കുജൻ, 8-ൽ ബുധൻ, 9 ശൂന്യം, 10-ൽ ഗുളികൻ, 11-ൽ ശനി കേതു, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ കുജൻ, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 8-ൽ നിൽക്കുന്നു. ഡിവോഴ്സ് ആയി രണ്ടാമത് വിവാഹം ചെയ്തിട്ടുള്ള ഒരാളുടെ ഗ്രഹനില കൂടിയാണത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഡിവോഴ്സ് സംഭവിച്ചത്? 1. ലഗ്നാൽ 7-ൽ വിവാഹ സ്ഥാനത്ത് സൂര്യൻ കുജൻ, സൂര്യൻ കുജൻ ശനി, ഈ 3 ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പേർക്കും കട്ടി സ്വഭാവം കൂടുതലായിരിക്കും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഇവിടെ 7-ൽ സൂര്യൻ കുജൻ നിൽക്കുന്നു എന്ന് പറയുമ്പം ഇത്തരം ആളുകൾ വിവാഹം ചെയ്യുന്നത് കൃത്യമായിട്ട് ലഗ്നം, 7-ാം ഭാവം, ശുക്രൻ്റെ അവസ്ഥ, ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി നോക്കി ചേരുമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. പൊതുവേ 7-ൽ ഒക്കെ സൂര്യൻ കുജൻ നിന്ന് കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് ഏറിയ പങ്കും വരുന്നത് കമാൻഡിങ്, ഭരണ സ്വഭാവം കൂടുതലുള്ള, എന്ന് വച്ചാൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന ഒരു ചിട്ട ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉത്തരവുകൾ ഇറക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. ഇവിടെയും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഉത്തരവുകൾ നടപ്പിലാക്കാൻ വിമുഖത കാണിച്ചപ്പോഴാണത് ഡിവേഴ്സിലേക്ക് വന്നത്. ഉത്തരവുകൾ, ഓർഡേഴ്സ് അല്ലെങ്കിൽ ഭരണ സ്വഭാവം. സൂര്യൻ കുജൻ 2 ഗ്രഹങ്ങൾക്കും ഭരണ സ്വഭാവം ഉള്ള ഗ്രഹങ്ങൾ തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാണ്. 7-ലൊക്കെ പ്രത്യേകിച്ചും സൂര്യൻ കുജൻ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ പിന്നെ നിർഭാഗ്യവശാൽ 7-ാം ഭാവാധിപൻ 8-ലുമാണ് നിൽക്കുന്നത്. കുജൻ നിൽക്കുന്നത് തന്നെ ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ്. പിന്നെ ഒരാശ്വാസം എന്ന് പറയുന്നത് 7-ലേക്ക് ശനിയുടെ ദൃഷ്ടിയില്ല എന്നിരുന്നാൽ തന്നെയും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് 7-ാം ഭാവാധിപനിലേക്ക് ശനിയുടെ 10ാമത്തെ ദൃഷ്ടിയുണ്ട്. അതും മേൽപ്പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കൊരു പ്രധാന കാരണം, കോസ് തന്നെയാണ്. 7-ൽ സൂര്യൻ കുജൻ നിന്നു, 7-ാം ഭാവാധിപൻ 8-ൽ നിന്നു. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 10ാം ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഡിവോഴ്സിനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി വളരെ വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിനുശേഷം ഇദ്ദേഹത്തിന് വിവാഹം നടക്കുകയും വളരെ നല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട്, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ട്ണറിനെ, പങ്കാളിയെ ലഭിക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ നീചനാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി 1, 2, 3, 4, 5, 6, 7 വിവാഹസ്ഥാനത്തിൻ്റെ അധിപനിലേക്ക് വന്നു. വ്യാഴം നീചനാണെങ്കിൽ പോലും ലഗ്നാധിപൻ കൂടാണ്. അപ്പോൾ വ്യാഴത്തിന് സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയിൽ ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് അവിടെ വർക്കാവുകയും പിന്നീട് ആ വിവാഹം രണ്ടാമത് നടക്കുകയും വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അത് ജീവിച്ചു പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ൽ ഗുളികൻ, തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല, കർമ്മസ്ഥാനം, 10-ൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ ചെയ്യുന്ന മേഖല, ജോലി സ്ഥലം അല്ലെങ്കിൽ ജോലി മേഖല എന്ത് തന്നെയാണെങ്കിലും കുറച്ചു കാലം അതിൽ തുടരുകയും അതിനുശേഷം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നോ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ നിന്നോ മാറ്റപ്പെടുകയും അല്ലെങ്കിൽ മാറപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ പൊതുവെ ധാരാളം കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് സ്തംഭനങ്ങൾ എന്ന് വെച്ചാൽ ബ്ലോക്സ് ഉണ്ടാവുക, ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മണി ബ്ലോക്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക.
അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ധനസംബന്ധമായിട്ടുള്ള അല്പം ബ്ലോക്സ് ഇതിലുണ്ട്, ഇപ്പോൾ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഈ 10 നിൽക്കുന്ന ഗുളികൻ, അവിടേക്ക് വരുന്ന രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 6ാമത്തെ ദൃഷ്ടി, ഇതെല്ലാം തന്നെ കാരണമാണ്. ഉപരി സൂര്യനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഗുളികനുണ്ടവിടെ, രാഹുവിൻ്റെ സാന്നിധ്യമുണ്ടവിടെ, കുജൻ്റെയും സാന്നിധ്യം ഉണ്ടവിടെ. അതുപോലെ തന്നെയാണ് 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനിലേക്ക് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. പക്ഷേ നേരത്തെ വിവാഹ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നാൽ തന്നെയും 10ാം ഭാവാധിപനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ലഗ്നാധിപനുമാണ്, നവാംശത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം കർക്കിടകത്തിലുമാണ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംരക്ഷണം കൊടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള ചുമതല വ്യാഴം ഇവിടെ ചെയ്യും, അത് ചെയ്യുന്നുമുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 5-ൽ രാഹു എപ്പോഴെങ്കിലുമൊക്കെ ആർത്തി സ്വഭാവം കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ബിസിനസ് പോലെയുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഫീൽഡുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ആർത്തി സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ മുന്നേറാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനെ പോസിറ്റീവായിട്ടുള്ള ഒരു ആർത്തിയായി മാറ്റാൻ കഴിയുക എന്നതാണ് നമ്മളുടെ വൈഭവം, മിടുക്ക്, നൈപുണ്യം എന്ന് പറയുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള സെൻസിൽ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം നെഗറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചന്ദ്രന് രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. മനസ്സിൻ്റെ കാരകൻ 4-ൽ നിൽക്കുന്നു, നല്ലതാണ്. പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്, എന്നാലും വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. നവാംശത്തിലും ചന്ദ്രൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ ഉള്ള ആർത്തി സ്വഭാവത്തെ പോലും, ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആർത്തി സ്വഭാവം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരിക്കലും ബിസിനസ് ഒരു സർവീസ്, സേവനമല്ല. ധനമുണ്ടാക്കുക, പരമാവധി ധനം സമ്പാദിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും അവിടെയും ചില ലിമിറ്റേഷൻസ് ഉണ്ടായേ തീരുകയുള്ളൂ. പിന്നെ ഇത്തരം വ്യക്തികൾ പൊതുവെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാണ്. 5ാം ഭാവാധിപൻ സൂര്യനോടൊത്ത് നിൽക്കുന്നു, 5-ൽ രാഹു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ അല്പം കട്ടി സ്വഭാവമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രാപ്തരാണിവർ. എന്നിരുന്നാൽ തന്നെയും ലഗ്നാധിപൻ വ്യാഴമായതുകൊണ്ടും മകരത്തിൽ നീചനാണ് എന്നതുകൊണ്ടും അല്പം ഒരു സ്ലോ പ്രോസസ്സ് പല കാര്യങ്ങളിലും ഉണ്ടാകും. അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ധനസമ്പാദനം പോലുള്ള കാര്യങ്ങളിൽ ആ നീചം എന്ന് പറയുന്ന അവസ്ഥ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, പ്രത്യേകിച്ച് പല കേതുവിൻ്റെ അപഹാരം, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കേതുവിൻ്റെ അപഹാരം വരാൻ പോകുന്നുണ്ട് മാർച്ച് തൊട്ട്. ആ ഒരു ടൈമിലൊക്കെ ഒരല്പം ലാഗ്, അതിൻ്റെ മുൻപിട്ടായിട്ടൊക്കെ ഒരല്പം ലാഗ്, ഡിലേ പോലെയുള്ള കാര്യങ്ങൾ, തടസ്സം, ഒബ്സ്റ്റക്കിൾ, തടസ്സം എന്നൊക്കെ ആളുകൾ, ദോഷം എന്നൊക്കെ ആളുകൾ പറയുന്നതിന് സമമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചില മണി ബ്ലോക്സ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ലഗ്നാധിപന് പവർ, ശക്തി പ്രബലമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ വളരെ സ്മൂത്തായി പോകുന്ന ആളുകളുമുണ്ട്. എപ്പോഴും ലഗ്നം, വ്യക്തി, ലഗ്നാധിപൻ, ഇത് രണ്ടും വളരെ കറക്റ്റായിട്ട് ജ്യോതിഷത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അതിൽ തന്നെ ശക്തനായിട്ടുള്ളൊരു വ്യാഴത്തെ ലഗ്നാധിപനൊക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയുന്ന ചിട്ടയിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് 10-ലെ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 2-ലേക്കും 12-ലേക്കും ദൃഷ്ടിയുണ്ട്. അതിൻ്റെ 12ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്തേക്കാണ്. അപ്പോൾ ലക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ബ്ലോക്സോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും അവിടെ ഉണ്ട്. കൃത്യമായിട്ട് അതിന് പരിഹാരമുണ്ട്. അത് ചെയ്തു പോകുന്ന മുറയ്ക്ക് ഇതിൻ്റെ നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിനെ കുറയ്ക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ പോസിറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിനെ കൂട്ടാനും സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രേവതിയാണ് നക്ഷത്രം, ബുധദശയിൽ ജനിച്ചു, 85 വരെ ബുധൻ, ചില്ലറ മാസങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് ജന്മശിഷ്ടം കൃത്യമായിട്ട് നോക്കണം. ബർത്ത് ടൈം, ജനന സമയത്തിൻ്റെ പ്രാധാന്യം എവിടെയാണ്. ഇദ്ദേഹത്തിന് 10/7/85, 22/12/85 വരെ മാത്രമാണ് 17 കൊല്ലക്കാലം പൊതുവെയുള്ള ബുധദശയിൽ ഇത്രയും മാസങ്ങൾ മാത്രമാണ് കിട്ടിയത് ജന്മശിഷ്ടമായിട്ട്. ശേഷം കേതു 92 വരെ, ശേഷം ശുക്രൻ 2012 വരെ, ശേഷം രവി 2018 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2028 വരെ, ശേഷം കുജൻ അഥവാ ചൊവ്വ 7 കൊല്ലം 2035 വരെ, ശേഷം രാഹു 18 കൊല്ലം 2053 വരെ, ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ ബുധൻ 22/10/2024 തൊട്ട് 24/3/2026 വരെ. അതിനുശേഷമാണ് ചന്ദ്രനിൽ കേതു 24/3/2026 തൊട്ട് 23/10/2026 വരെ. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് പൊതുവേ കേതു എന്ന് പറയുന്നത്. ശനിയോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതുവാണ്. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, പുതിയ ബിസിനസ് ഐഡിയാസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരല്പം
ശ്രദ്ധയോടെ തന്നെ നോക്കിക്കാണേണ്ടുന്ന ഒരു സമയം എന്നർത്ഥം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.